ബംഗ്ലാദേശിൽ നടക്കുന്നത് എന്താ? കേവലം ആഭ്യന്തര കലാപമല്ലെന്ന് പകൽ പോലെ വ്യക്തം. ഒരു സംവരണ വിഷയത്തെ ചൊല്ലി ഒരു പ്രക്ഷോഭം. സംവരണം കോടതി റദ്ദാക്കിയിട്ടും തുടർന്ന പ്രക്ഷോഭം. ഷെയ്ഖ് ഹസീന നാടുവിട്ടിട്ടും തുടർന്ന പ്രക്ഷോഭം. അതിന്റെ മറവിൽ ജയിലുകൾ ആക്രമിച്ച് തീവ്രവാദികളെ അടക്കം തുറന്നുവിട്ടു. പിന്നെ കണ്ട കാഴ്ച ലോകത്ത് നടക്കുന്നത്. അന്നം കൊടുത്ത കൈകളെ അടക്കം അരിഞ്ഞു വീഴ്ത്തി. ക്ഷേത്രങ്ങൾക്ക് തീയിട്ടു. ഹിന്ദു ഭവനങ്ങൾ ആക്രമിക്കുന്നു. ഹിന്ദുക്കളെ വേട്ടയാടുന്നു. താലിബാൻ മോഡൽ ഭരണപരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി നയിക്കുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ പാവ സർക്കാർ അധികാരത്തിലെത്തിയിട്ടും നിലയ്ക്കാത്ത വംശഹത്യ. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ലോക നേതാക്കൾ ആവശ്യപ്പെടുമ്പോൾ സമാധാനത്തിന് നൊബേൽ സമ്മാനം നേടിയ മുഹമ്മദ് യൂനുസ് ഭരിക്കുന്ന നാട്ടിൽ നടക്കുന്നത് എന്താണ്? ദൃശ്യങ്ങൾ ജനം TV പുറത്തുവിട്ടു കഴിഞ്ഞു. സംരക്ഷിക്കേണ്ട സൈന്യം തന്നെ ഹിന്ദു വേട്ടയ്ക്കും വംശഹത്യക്കും നേതൃത്വം നൽകുന്നു. യൂനുസിന്റെ നൊബേൽ സമ്മാനം തിരിച്ചെടുക്കണ്ടേ? ബംഗ്ലാ ഹിന്ദുക്കൾ ജന്മനാട് വിട്ട് എങ്ങോട്ട് പോകണം? എവിടെ ന്യൂനപക്ഷ സംരക്ഷണത്തിന്റെ വക്താക്കൾ? എവിടെ പൗരത്വ നിയമത്തെ എതിർത്തവർ? എവിടെ ബുദ്ധിജീവികൾ? എവിടെ ഗാസ ഗാസ എന്ന് നിലവിളിക്കുന്നവർ? തീർച്ചയായും ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ സ്ട്രാറ്റജി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ചൈനയെ സംബന്ധിച്ചോളം ചൈനയ്ക്ക് ഒരു ഡിസൈൻ ഉണ്ട്, നേരത്തെ അത് പറഞ്ഞു. ആ ചൈനയുടെ ഡിസൈൻ അനുസരിച്ച് തുള്ളുന്ന ഒരു കൂട്ടമായിട്ട് പിന്നെ ബംഗ്ലാദേശിലെ ഈ പറയുന്ന സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകൾ മാറുന്നു. അവർ അവിടെ വംശഹത്യയ്ക്കും പിന്നെ ഒരു ഇസ്ലാമിക ഭരണകൂടം, തീവ്ര ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അത് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിത് കുറച്ച് നാളുകൾക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ കണ്ടതാണ്. അമേരിക്ക പിന്മാറുന്ന സമയത്ത് ചൈനയുടെ പിന്തുണയോട് കൂടിയിട്ട് അവിടെ താലിബാൻ ഭരണത്തിലേറുന്നു. പിന്നീട് താലിബാനും ചൈനയും തമ്മിൽ ഏത് തരത്തിലുള്ള ബന്ധമാണ് ഉരുത്തിരിഞ്ഞു വന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ലോക സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ തീവ്ര ഇസ്ലാമിക സംഘടനകൾ, തീവ്രവാദ സ്വഭാവമുള്ള ഇസ്ലാമിക സംഘടനകൾ എല്ലാവരും ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ അവരെ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ചൈനയുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ ചുറ്റുമുള്ള രാജ്യങ്ങളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ആ രാജ്യങ്ങളിലെ പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളെ പോലെയുള്ള പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് അല്ലെങ്കിൽ മാൽദീവ്സ് ഇങ്ങനെയുള്ള രാജ്യങ്ങളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് അവിടുത്തെ ഭരണകൂടങ്ങളെ അട്ടിമറിക്കുകയും അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടങ്ങളെ സ്വാധീനിക്കുകയും ചെയ്തുകൊണ്ട് അവിടെ ഒരു തീവ്ര സ്വഭാവമുള്ള ഭരണകൂടത്തെ പിന്നെ കൊണ്ടുവന്നുകൊണ്ട് പിന്നെ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനും ഇന്ത്യയെ ചുറ്റിവളയാനുള്ള ഒരു ശ്രമമാണ് ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള തീവ്ര ചിന്താഗതിയുള്ള ആളുകളെ വളർത്തി കൊണ്ടുവരുന്ന സമയത്ത് അത് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങൾക്ക് വളരെ അധികം വിനാശകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് വരുന്നു. അവിടെ നമുക്ക് ചരിത്രമറിയാം. ബംഗ്ലാദേശിൽ പിന്നെ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് പിരിയുന്ന സമയത്ത് ഒരു വലിയ വിഭാഗം ഹിന്ദുക്കളുണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു ബംഗ്ലാദേശ്. പിന്നീട് അവിടെ പാക് സൈന്യത്തിൻ്റെ പിന്തുണയോടുകൂടിയിട്ട് ജമാഅത്തെ ഇസ്ലാമി നടത്തിയ കൂട്ടക്കൊലകൾ, വംശഹത്യ, ആ വംശഹത്യയിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ആ കാലഘട്ടങ്ങളിൽ ഇല്ലാതായത്. അതിനുശേഷവും ആ വംശഹത്യ അവിടെ തുടർന്നുകൊണ്ടിരുന്നു. BNP പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള വംശഹത്യ അവിടെ നടന്നിരുന്നു. അതിൻ്റെ എല്ലാം പിന്നെ ഒരു റിസൾട്ട് എന്നുള്ള നിലയ്ക്കാണ് ഷെയ്ഖ് ഹസീന ഈ അടുത്ത കാലത്ത് അധികാരത്തിൽ വന്ന സമയത്ത് ഇത്തരത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരെ വിചാരണ ചെയ്യുകയും അവരെ വധശിക്ഷയ്ക്ക് അധികം അടക്കം വിധിക്കുകയും ചെയ്ത സാഹചര്യങ്ങളെല്ലാം നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടിരുന്നു. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ ചൈനയുടെ പിന്തുണയോട് കൂടിയിട്ട് അല്ലെങ്കിൽ സാമ്രാജ്യത്വ ശക്തികളുടെ പിന്തുണയോട് കൂടിയിട്ട് ഒരു പാവ സർക്കാരിനെ കൊണ്ടുവന്നുകൊണ്ട് അതിനെ ജമാഅത്തെ ഇസ്ലാമി പിൻ സീറ്റ് ഡ്രൈവിങ്ങിലൂടെ നയിച്ചുകൊണ്ട് അവിടെ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് വംശഹത്യയാണ്. ശ്രീ സന്ദീപ്, അങ്ങിലേക്ക് മടങ്ങി വരാം. ശ്രീ O. അബ്ദുള്ള, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അവർ സംവിധാനം ചെയ്ത സർക്കാരാണ് ഭരിക്കുന്നത്. അവിടെ സംഭവിക്കുന്ന ദൃശ്യങ്ങൾ അങ്ങയും കണ്ടു. ഇതാണോ അവിടെ വേണ്ട ഭരണം? ഇതാണോ ജമാഅത്തെ ഇസ്ലാമിയുടെ ഫോർമുല? താങ്കളുടെ ആമുഖത്തോട് വിയോജിക്കുന്നു. അവിടെ ജമാഅത്തെ ഇസ്ലാമി അല്ല ഭരിക്കുന്നത്. താങ്കൾക്ക് എവിടുന്നാണ് വിവരം കിട്ടിയത്? ഇന്ത്യ ഭരിക്കുന്നത് CPM ആണെന്ന് പറഞ്ഞാൽ താങ്കളെ വിശ്വസിക്കുമോ? അതുപോലത്തെ ഒരു അബദ്ധം. ജമാഅത്തെ ഇസ്ലാമി അല്ല അവിടെ ഭരിക്കുന്നത്.
നേരത്തെ ഇടക്കാലത്ത് അവർക്ക് ചില പങ്കാളിത്തം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ദശകങ്ങളായി. ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി അല്ല. 2, ജമാഅത്തെ ഇസ്ലാമിയുടെ പല നേതാക്കന്മാരെയും അവർ പിടിച്ച് തൂക്കിലേറ്റുകയുണ്ടായി. വലിയ വലിയ പണ്ഡിതന്മാരായ ആൾക്കാർ വരെ അവിടെ വധശിക്ഷയ്ക്ക് വിധേയരായിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ പോലും ജമാഅത്തെ ഇസ്ലാമിയാണ് ഭരിക്കുന്നത് എന്ന് പറയാവുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കെ എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമിയാണ് ഭരിക്കുന്നത് നമ്മൾ പറയുന്നത്? അതോടൊപ്പം അവിടെ നടക്കുന്ന കാര്യങ്ങൾ അതിനെപ്പറ്റി താങ്കൾക്ക് ചോദിക്കാം. അതാണെങ്കിൽ ഒരിക്കൽ തന്നെ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഒരു ഇസ്ലാമിക രാഷ്ട്രമാണെങ്കിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് പരമാവധി സുരക്ഷിതത്വം നൽകുക എന്നതാണ് ഇസ്ലാം. ഒരർത്ഥത്തിലും അവർ ഉപദ്രവിക്കപ്പെടാൻ പാടില്ല. പ്രവാചകന്റെ കാലത്തിന് ശേഷം അബൂബക്കർ അധികാരത്തിൽ വന്നു, ഖലീഫ. അദ്ദേഹം സൈന്യത്തിനോട് നൽകിയതായ ഉപദേശം, സൈന്യത്തിന് യാത്ര അയക്കുമ്പോൾ നിങ്ങൾ ന്യൂനപക്ഷ സമുദായത്തിൻ്റെ ആരാധനാലയങ്ങളെ തകർക്കരുത്, അവർക്ക് ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുത്, അവരെ ഉപദ്രവിക്കരുത് എന്നതിനപ്പുറം ഖാലിദ് വലീദ് എന്ന് പറയുന്നതായ ഒരു യോദ്ധാവാണ് മുസ്ലിങ്ങൾക്ക് ഈ പ്രദേശങ്ങളൊക്കെ കീഴടക്കി കൊടുത്തത്. ഖാലിദ് വലീദ് ഒരു സ്ഥലം അലപ്പോ, ഹമ്മസ് മുതലായ പ്രദേശങ്ങൾ അതൊക്കെ കീഴടക്കിയിട്ട് അവരെ സുരക്ഷിതമായി സംരക്ഷിക്കാൻ കഴിയാത്ത പരിസ്ഥിതി വന്നപ്പോൾ അവരോട് വാങ്ങുന്ന യുദ്ധനികുതി ഉണ്ട്, ജിസിയ. ജിസിയ എന്ന് പറഞ്ഞാൽ മതനികുതിയല്ല. യുദ്ധത്തിൽ അമുസ്ലിങ്ങൾ പങ്കെടുക്കേണ്ടതില്ല. ഒരു ഇസ്ലാമിക രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ അമുസ്ലിങ്ങൾക്ക് ബാധ്യസ്ഥമല്ല. ഇസ്ലാമിക രാജ്യത്തിലെ പൗരന്മാരായാൽ പോലും പകരം അവർ നികുതി കൊടുത്താൽ മതി. അതാണ് ജിസിയ. അത് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഖാലിദ് വലീദ്. നിങ്ങളെ ഞങ്ങൾക്ക് ഇപ്പോൾ സംരക്ഷിക്കാൻ കഴിയുന്നൊരവസ്ഥയില്ല, അതുകൊണ്ട് നിങ്ങൾ നികുതി തരേണ്ടത്. ഇത്രത്തോളം ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ആവശ്യപ്പെടുന്ന ഒരു ഇസ്ലാമിക സങ്കല്പം. ആ സങ്കല്പത്തെയാണ് ഇപ്പോൾ ഇവിടെ ഇസ്ലാം അധികാരത്തിൽ വന്ന് അത് ജമാഅത്തെ ഇസ്ലാമി ഏറ്റെടുത്ത്. ജമാഅത്തെ ഇസ്ലാമി അധികാരത്തിൻ്റെ പരിസരത്ത് പോലുമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടല്ലേ നമ്മൾ പറയേണ്ടത്. എനിക്ക് ജമാഅത്തെ ഇസ്ലാമിയോട് യാതൊരു ബന്ധവുമില്ല, മതിപ്പുമില്ല. എന്നെ 25 കൊല്ലമായി അവർ കഠിനമായി ശിക്ഷിച്ചിരിക്കുകയാണ്. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഭംഗിയായി ചെയ്തു എന്ന കുറ്റം എൻ്റെ പേരിലുള്ളത്. ഞാൻ ആ പത്രത്തിൽ എഴുതുന്ന ലേഖനങ്ങൾ ധാരാളക്കണക്കിന് ആളുകൾ വായിച്ചു കളയുന്നു. അവരൊക്കെ ജമാഅത്തെ ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ അവരെ ഉൾക്കൊള്ളാൻ ജമാഅത്തെ ഇസ്ലാമി വളർന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു ആനുകൂല്യവും ഒരു തരത്തിലുമുള്ള സംരക്ഷണം നൽകാതെ എന്നെ ഇറക്കി വിട്ടവരാണ്. പക്ഷെ കുറ്റം പറയുമ്പോൾ ഉള്ളതായിരിക്കുമല്ലോ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ജമാഅത്തെ ഇസ്ലാമി നമ്മൾ അതിനകത്ത് കൂട്ടിക്കെട്ടേണ്ടതില്ല. പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ നടക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരായ അത് കടുത്ത ഇസ്ലാം വിരുദ്ധമാണ്. ആ അർത്ഥത്തിൽ തന്നെ ലോക രാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങൾ, സൗദി അറേബ്യ അടക്കമുള്ള മുസ്ലിം രാജ്യങ്ങൾ ബംഗ്ലാദേശിനോട് കർശനമായി പെരുമാറുകയും ആ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാത്ത പക്ഷം അവർ നൽകിക്കൊണ്ടിരിക്കുന്ന സഹായം, സൗദി അറേബ്യ മുതലായ രാജ്യങ്ങളുടെ സംരക്ഷണം കൊണ്ടാണ് അവർ നിലനിൽക്കുന്നത്. ഒക്കെ വലിയ കഥകളാണ്. അത് നൽകൂല എന്ന് പറയുകയും ചെയ്യേണ്ടതായ ബാധ്യതയുണ്ട്. അല്ലാതെ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അങ്ങനെയൊക്കെ തിരിച്ചു വരാം. ഇതിന് മറുപടി വേണം. ശ്രീ AP അഹമ്മദ്, അവിടെ ഭരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയല്ല, ജമാഅത്തെ ഇസ്ലാമിക്കാരെയല്ല പണ്ടേ തൂക്കിലേറ്റി കഴിഞ്ഞു. ശരിയാണ്, കുറെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കന്മാർ നിയമ നടപടി നേരിട്ടു. അത് രാജ്യദ്രോഹ കുറ്റത്തിനാണ്. രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ സ്വാതന്ത്ര്യ സമരം നയിച്ച രാഷ്ട്രപിതാവിനെ അടക്കം തള്ളിപ്പറഞ്ഞവർക്കെതിരെയാണ് നടപടി ഉണ്ടായത്. ഏത് രാഷ്ട്രത്തിലാണെങ്കിലും നടക്കും രാജ്യദ്രോഹികൾക്ക് നേരെ നടപടി. ആ രാഷ്ട്രത്തിന്റെ നിയമം അനുസരിച്ച് ആ രാഷ്ട്രത്തിന്റെ ഭരണകൂടത്തിനെതിരെ, ആ രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിച്ചവരെ ആയിരിക്കണം പിടിച്ച് തുറുങ്കിലടച്ചത്. ശ്രീ അഹമ്മദ്, നമസ്കാരം. അബ്ദുള്ള സാർ പറഞ്ഞതിൻ്റെ ഒരു ചെറിയ പരിമിതി എന്താണെന്ന് വെച്ചാൽ, ജമാഅത്തെ ഇസ്ലാമി ഏത് രാജ്യത്തും എപ്പോഴെങ്കിലുമൊക്കെ നിരോധിക്കപ്പെട്ടിരുന്നു എന്നതുകൊണ്ട് അവരുടെ സാമൂഹ്യമായ രാഷ്ട്രീയമായ സാന്നിധ്യം ബംഗ്ലാദേശിലെന്നല്ല, ഇന്ത്യയിലെന്നല്ല, അത് നിരോധിക്കപ്പെട്ട കാശ്മീരിലാവട്ടെ പാകിസ്ഥാനിലാവട്ടെ നിരോധിക്കപ്പെട്ട, ചരിത്രത്തിൽ നിരോധിക്കപ്പെട്ട ഒരു രാജ്യത്തും ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയപ്രചരണമോ ആശയത്തിൻ്റെ സ്വാധീനമോ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴും ബംഗ്ലാദേശിൽ നടന്ന കലാപത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് അവരുടേതായ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അവരുടെ സാന്നിധ്യം വളരെ വളരെ പ്രകടമായിട്ടുണ്ടായിരുന്നു എന്നും മാധ്യമങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, അബ്ദുള്ള സാർ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടം, ജമാഅത്തെ ഇസ്ലാമിക്ക് ഐഡന്റിറ്റിക്ക് വേണ്ടി ഓരോ രാജ്യത്തെ മേൽവിലാസം ഉണ്ടാവാം എന്നല്ലാതെ ആത്യന്തികമായി അവർക്ക് ദേശമില്ല. അവർക്കൊരു പാൻ ഇസ്ലാമിക് സങ്കല്പം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഏത് രാജ്യത്തെയും സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ അവരെന്നും ആലോചിച്ചിട്ടുള്ളത് ആ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ പിറ്റേന്ന് ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ പറ്റുമോ. മതരാഷ്ട്രമായില്ലെങ്കിൽ ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നതിൽ വിമുഖത കാണിച്ചൊരു പാരമ്പര്യം അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ജമാഅത്തെ ഇസ്ലാമി കാണിച്ചിട്ടുണ്ട്.
അമുസ്ലിങ്ങളായ ക്രിസ്ത്യാനികളുടെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് അമുസ്ലിങ്ങളായ ഹിന്ദുക്കളുടെ ഒരു ഇന്ത്യൻ ഭരണത്തിലേക്ക് വരുന്നത് ഇസ്ലാമിന്, ജമാഅത്തെ ഇസ്ലാമിക്കും ഇസ്ലാമിനും ആവശ്യമുള്ളതല്ല എന്ന് വാദിക്കുകയും അതടിസ്ഥാനത്തിൽ ജമാഅത്തെ ഇസ്ലാമി സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. പാകിസ്ഥാൻ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ജിന്നയെ സമീപിച്ചിട്ട് ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ജിന്നയ്ക്ക് ഇസ്ലാം പോലും ഇല്ലാതിരുന്നതുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിക രാഷ്ട്രത്തെ തള്ളിക്കളഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ ഡെമോക്രാറ്റിക് ആണെങ്കിൽ പാകിസ്ഥാനും ഡെമോക്രാറ്റിക് ആണ്, ഇന്ത്യ സെക്കുലർ ആണെങ്കിൽ പാകിസ്ഥാനും സെക്കുലർ ആണ് എന്ന് പറഞ്ഞപ്പോൾ അവർ നിരാശരായി മടങ്ങുകയാണ് ഉണ്ടായത്. പിന്നീട് അവിടെ നടന്നത് പാകിസ്ഥാനിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സാന്നിധ്യം വളരെ സജീവമായി നിൽക്കുകയും പാകിസ്ഥാനിലെ ഇസ്ലാമിക ന്യൂനപക്ഷം എന്ന് തന്നെ പരക്കെ വിശ്വസിക്കപ്പെടുന്ന അഹമ്മദിയാക്കൾക്ക് നേരെയുള്ള വലിയ കൂട്ടക്കൊലകൾ, വംശഹത്യക്ക് തന്നെ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം നൽകുകയും അത് ജസ്റ്റിസ് മുനീർ കമ്മീഷൻ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ളവർ നമ്മുടെ മുമ്പിലുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ വേറൊന്ന് 71-ൽ ബംഗ്ലാ വിമോചന സമരം നടക്കുമ്പോൾ എന്തായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട്? ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം വേണ്ട, കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും ഒരുമിച്ച് നിന്നാൽ അത് വലിയ ഇസ്ലാമിക് ഐഡന്റിറ്റി ഉള്ള ഒരു രാജ്യമായി നിൽക്കും, അതുകൊണ്ട് നമുക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് വിമോചനം വേണ്ട എന്ന് വാദിച്ചവരാണ് ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പങ്ക് വളരെ പ്രകടമാണ്, അതില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പ്രത്യേകിച്ച് ഇനി ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായാലും ഇല്ലെങ്കിൽ പോലും ഇന്ത്യയിലായാലും പുറത്തായാലും അവരുടെ രാഷ്ട്രീയ ആശയത്തെ പതുക്കെ നമ്മുടെ ഡെമോക്രാറ്റിക് ഫ്രെയിംവർക്കിനകത്ത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ പാർട്ടികളിലും മനസ്സുകളിലും എത്തിക്കുക എന്ന ധർമ്മം അവർ നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിന്റെ സ്വാധീനമാണ് ഏറ്റവും ഒടുവിൽ ബംഗ്ലാദേശിൽ കണ്ടത്. ഒരു കാര്യം കൂടി അതിനോട് ചേർത്ത് വായിക്കണം. ലോകത്തിലെ ഇസ്ലാമിക തീവ്രവാദികൾ ചരിത്രത്തിൽ ഒരിക്കലും, ഇസ്ലാമിക രാഷ്ട്രവാദികൾ ചരിത്രത്തിൽ ഒരിക്കലും ഒരു രാജ്യത്തും മറ്റാരുടെയെങ്കിലും ചെലവിലല്ലാതെ വളർന്നിട്ടില്ല. ആരുടെയെങ്കിലും ഒക്കെ ചുറ്റുപട്ടാളമാണ്, കൂലിത്തല്ലുകാരാണ് അവർ. അതാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അഫ്ഗാനിസ്ഥാന്റെ അനുഭവം അതാണ്. അഫ്ഗാനിസ്ഥാനിൽ 2 സാമ്രാജ്യങ്ങൾക്ക് കൃത്യമായ കണ്ണുണ്ടായിരുന്നു. ഒന്ന് അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമായ സോവിയറ്റ് യൂണിയനും അതുപോലെ തന്നെ അമേരിക്കയ്ക്കും. അതിനിടയിലാണ് ബിൻ ലാദനെ പോലുള്ളവർ പ്രവർത്തിച്ചത്, അതിനിടയിലാണ് താലിബാൻ ഉണ്ടായത്, അതിനിടയിലാണ് അൽ ഖായിദ ഉണ്ടായത്. ബിൻ ലാദന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത അമേരിക്കയാണ്. അമേരിക്കയിൽ പരിശീലനവും ആയുധവും അർത്ഥവും കൊടുത്തിട്ടാണ് കാബൂളിലേക്ക് കയറ്റിവിട്ടത്. ഇന്നിപ്പോൾ നടക്കുന്നത് നമ്മൾ ചർച്ചയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പലപ്പോഴും അത് വേണ്ടത്ര നമ്മൾ ഗൗരവത്തിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കൃത്യമായി അഫ്ഗാനിസ്ഥാനിൽ 90കളിൽ നടന്നതുപോലെ ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നത് 2 പുതിയ നമ്മൾ നിയോ കൊളോണിയലിസം എന്ന് പറയുന്ന സാമ്രാജ്യം ഉണ്ടല്ലോ, ലോകത്തിലെ ഏറ്റവും പുതിയ 2 സാമ്രാജ്യത്വ ശക്തികൾ. പുതിയ സാമ്രാജ്യത്വത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നതുപോലെ രാഷ്ട്രീയ സാമ്രാജ്യത്വം അല്ല, അത് മൂലധന സാമ്രാജ്യത്വമാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മൂലധന സാമ്രാജ്യത്വത്തിന്റെ ആചാര്യന്മാർ, 2 ശക്തികൾ തമ്മിലാണ് ബംഗ്ലാദേശിന് വേണ്ടി കൊത്തുപിടിക്കുന്നത്, അല്ലെങ്കിൽ കൊമ്പ് കോർക്കുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടി കലഹം കൂട്ടുന്നത്. അതിനു വേണ്ടിയാണ് വളരെ കൃത്യമായി അവർ തന്നെ പ്ലാൻ ചെയ്ത് വലിയ അട്ടിമറി പ്രവർത്തനം അവിടെ നടന്നത്. തീർച്ചയായിട്ടും ഖാലിദ സിയയുടെ പങ്ക് ഈ വിപ്ലവത്തിൽ ചെറുതല്ല. ഖാലിദ സിയ ആരുടെ പാവയാണ് എന്നതുപോലെ തന്നെയാണ് മുഹമ്മദ് യൂനുസ് ആരുടെ പാവയാണ് എന്ന ചോദ്യം. ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ സമയത്ത് ഷെയ്ഖ് ഹസീനക്ക് ഇന്ത്യ വലിയ സംരക്ഷണം കൊടുക്കുന്നു. ഷെയ്ഖ് ഹസീന ഇന്ത്യയുടെ സഹോദരിയാണ്, ഷെയ്ഖ് ഹസീനയെ നമ്മൾ വാഴ്ത്തുന്നു, ഷെയ്ഖ് ഹസീനയെ നമ്മൾ സംരക്ഷിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ സത്യത്തിൽ ഇപ്പോൾ ആര് തമ്മിലുള്ള പോരാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്? ഇസ്ലാമിക തീവ്രവാദികൾ അഴിഞ്ഞാടുന്നുണ്ട്, അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ കൊല്ലുന്നുണ്ട്, തീർച്ചയായിട്ടും ശരിയാണ്. പക്ഷേ ആരുടെ ചെലവിലാണ് അവർ അഴിഞ്ഞാടുന്നത്? അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് ശ്രീ അഹമ്മദ് ഈ ചർച്ച കൊണ്ടുപോവുകയായിരുന്നു. ആരാണ് സ്പോൺസർമാർ? ആരുടെ ചോറ്റുപട്ടാളമാണിത്? എന്ത് പേരിലും ആയിക്കോട്ടെ, ജമാഅത്തെ ഇസ്ലാമിയുടെയും തത്തുല്യമായ തീവ്ര ഇസ്ലാമിസ്റ്റ് ശക്തികളുടെയും സാന്നിധ്യം, സ്വാധീനം ബംഗ്ലാദേശിലുണ്ട്, ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിലുണ്ട്. സന്ദീപ്, നമ്മൾ തുടങ്ങിയിടത്ത് നിന്ന് ഒരല്പം മുന്നോട്ട് പോയിരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് ശ്രീ ഒ അബ്ദുള്ള പറയുന്നു. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ജമാഅത്തുകാരെ ഒക്കെ പിടിച്ച് തൂക്കിലേറ്റുകയോ തുറങ്കിലടക്കുകയോ ഒക്കെ ചെയ്തു എന്ന് പറയുന്നത് അതവിടെ നിൽക്കട്ടെ. ശ്രീ അഹമ്മദ് പറഞ്ഞതും അങ്ങ് തുടങ്ങി വെച്ചതിലേക്കാണ് അഹമ്മദ് സാർ കൊണ്ടുപോകുന്നത്. ഇതാരാണ് ചരട് വലിക്കുന്നത്? 1. 2, ഇവർക്കൊരു രാഷ്ട്രസങ്കല്പം എന്നുള്ളത് ഇല്ല. 3, ഇനി രാഷ്ട്രമുണ്ടെങ്കിൽ അത് ഇസ്ലാമിക രാഷ്ട്രമാവണം. ഖലിഫേറ്റ് എന്നുള്ള ആശയത്തിലേക്കാണോ ഇവർ നീങ്ങുന്നത്? തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയ ഇസ്ലാം എന്ന് പറയുന്ന പ്രസ്ഥാനം തുടങ്ങുന്നത് തന്നെ ഖലിഫേറ്റ് എന്ന് പറയുന്ന ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ്. അത് തുർക്കിയിൽ നിന്നാണ് തുടങ്ങുന്നത്. സുൽത്താൻ അഹമ്മദിൻ്റെ കാലഘട്ടത്തിൽ, അബ്ദുൽ ഹമീദിൻ്റെ കാലഘട്ടത്തിലാണ് അത് തുടങ്ങുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ അജണ്ട, ഈ രാഷ്ട്രീയ ഇസ്ലാമിൻ്റെ അജണ്ട തുർക്കിഷ് ഇൻ്റലിജൻസ് ആദ്യം
ആദ്യം ഇതിനെ സ്പോൺസർ ചെയ്തിരുന്നത് തുർക്കിഷ് ഇൻ്റലിജൻസ് ആയിരുന്നു. ഇന്ത്യയിലടക്കം തുർക്കിഷ് ഇൻ്റലിജൻസ് ഏജൻസീസ് ഇതിനെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ജർമ്മൻ ഇൻ്റലിജൻസ് ഏജൻസിയുടെ ചട്ടുകമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഈ പറയുന്ന രാഷ്ട്രീയ ഇസ്ലാം, ജമായത്തെ ഇസ്ലാമിയുടെ എല്ലാം പൂർവ്വരൂപമായിട്ടുള്ള ബ്രദർഹുഡ് ഉണ്ടാവുന്നത് അവിടെ നിന്നാണ്. ജർമ്മൻ ഇൻ്റലിജൻസ് ഏജൻസിയുടെ പിന്നെ ഇൻ്റർവെൻഷനെ തുടർന്നാണ്. അതിൻ്റെ ആ ഇൻ്റലിജൻസ് ഏജൻസിയുടെ ചട്ടുകമായിട്ട് അവർ പ്രവർത്തിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കൂട്ടക്കൊലകൾക്ക് അവർ നേതൃത്വം കൊടുത്തു. ജൂയിഷ് കൂട്ടക്കൊലകൾ നമുക്കറിയാം. തുർക്കിയിൽ തുർക്കി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള അർമേനിയൻ വംശഹത്യ നമുക്കറിയാം. അതിനുശേഷം പിന്നീട് ബാക്കു കോൺഫറൻസിന് ശേഷം സോവിയറ്റ് യൂണിയന്റെ ചട്ടുകമായിട്ട് മാറിക്കൊണ്ട് ഈ രാഷ്ട്രീയ ഇസ്ലാം ലോകത്തിൽ എവിടെയെല്ലാം ഏതെല്ലാം തരത്തിലുള്ള കൂട്ടക്കൊലകളാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ള ചരിത്രം പഠിച്ചിട്ടുള്ള ആളുകൾക്കറിയാം. അപ്പോൾ ഇതിനൊരു രാഷ്ട്രീയപരമായിട്ടുള്ള അജണ്ടയുണ്ട്. ഇവരെല്ലാ കാലത്തും പിന്നെ പ്രധാനപ്പെട്ട സാമ്രാജ്യത്വ ശക്തികളോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ അജണ്ടകൾ നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘം ആളുകളാണ്. ഇവർക്കൊരു ട്രാൻസ്നാഷണൽ ആയിട്ടുള്ള ഫോം ഉണ്ട്. ഈജിപ്തിൽ ഇവർ ബ്രദർഹുഡാണ്, ഗാസയിൽ അല്ലെങ്കിൽ പലസ്തീനിൽ ഇവർ ഹമാസ് ആണ്, അല്ലെങ്കിൽ ഇറാനിൽ ഇവർ പിന്നെ റവല്യൂഷണറി ഗാർഡ്സ് ആണ്, പിന്നെ ലെബനനിൽ ഇവർക്ക് മറ്റൊരു ഇതുണ്ട്, പാകിസ്ഥാനിൽ ഇവർക്ക് വേറൊരു ജമായത്തെ ഇസ്ലാമി ഉണ്ട്, ശ്രീലങ്കയിൽ ജമായത്തെ ഇസ്ലാമി ഉണ്ട്, കാശ്മീരിൽ ജമായത്തെ ഇസ്ലാമി ഉണ്ട്, ബംഗ്ലാദേശിൽ ജമായത്തെ ഇസ്ലാമി ഉണ്ട്, ഇന്ത്യയിൽ ജമായത്തെ ഇസ്ലാമി ഉണ്ട്. ഈ ജമായത്തെ ഇസ്ലാമി എല്ലാം തന്നെ ഈ ബ്രദർഹുഡ് പോളിറ്റിക്സിനെ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. ഇവരിൽ നിന്ന് തന്നെയാണ് ഈ PFI പോലെയുള്ള സംഘടനകൾ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇവരെല്ലാവരും ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് ഒരു ഇസ്ലാമിക ലോകം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു കാലിഫേറ്റ് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് നടക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. ഇവർ ജനാധിപത്യത്തിനെതിരാണ്, ഇവർ ഫ്രീ സ്പീച്ചിനെതിരാണ്. പക്ഷേ ഇവർ പറയുന്നത് ഇവർ ജനാധിപത്യവാദികളാണെന്നും ഫ്രീ സ്പീച്ചിന്റെ ആളുകളുമാണെന്നാണ് പറയുന്നത്. ഇവർ ജസിയയ്ക്ക് എതിരാണെന്ന് പറയുന്നു. പക്ഷേ ജസിയ നടപ്പാക്കുന്നത് ആരാണ് എന്നുള്ളത് നമുക്കറിയാം. ഇപ്പൊ ബംഗ്ലാദേശിൽ ജസിയ പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളും ജസിയ പിരിക്കുന്നു. ജസിയ എന്നുള്ള പേരിലല്ല, പക്ഷേ ഹിന്ദുക്കൾക്ക് അവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ, ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആരാധന നടത്തണമെന്നുണ്ടെങ്കിൽ പണം കൊടുക്കേണ്ട അവസ്ഥയാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറയുന്ന അവസ്ഥ. അപ്പോൾ ഇത് കൃത്യമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് അതിനെ സ്പോൺസർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രിട്ടിക്കൽ തിയറിയുടെയും ചൈനയുടെയും എല്ലാം പിന്നെ സപ്പോർട്ടോട് കൂടിയിട്ട് ഇവിടെ പ്രൊപ്പഗൻഡ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന ജമായത്തെ ഇസ്ലാമിയാണ്. ഇന്ത്യയിലും കേരളത്തിലും ഈ ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതായിട്ട് കാണാം. അവരുടെ ഇന്റർനാഷണൽ ഇതിലുള്ള അലൈൻമെന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടുത്തെ മാവോയിസ്റ്റുകളും ജമായത്തെ ഇസ്ലാമി എല്ലാം ചേർന്ന് നിന്നുകൊണ്ട് നടത്തുന്ന പ്രൊപ്പഗൻഡ എന്താണെന്ന് നമുക്കറിയാം. ഏത് തരത്തിലാണ് ഇവർ സത്യത്തെ മറച്ചു വെക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. കേരളത്തിലടക്കം പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒന്നും ബംഗ്ലാദേശിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള ചർച്ചയും നടക്കുന്നില്ല. ബംഗ്ലാദേശിൽ നടക്കുന്ന കൂട്ടക്കലകളെ കുറിച്ച്, വംശഹത്യയെക്കുറിച്ച് ഒരക്ഷരം പോലും വിടുന്നില്ല. പക്ഷെ ഗാസയെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്നു, ഫുൾ കോളം ന്യൂസ് വരുന്നു, അല്ലെങ്കിൽ ചർച്ചകൾ നടക്കുന്നു. അപ്പോൾ ഇത് കൃത്യമായിട്ടും കേരളത്തിലെ അടക്കം മാധ്യമങ്ങളുടെ അജണ്ടകൾ തീരുമാനിക്കുന്ന ഈ പറയുന്ന ജമായത്തെ ഇസ്ലാമിയും ഇവിടുത്തെ അൾട്രാ ലെഫ്റ്റ് ഓർഗനൈസേഷൻസുമാണെന്ന് നമുക്കറിയാം. ഇവരുടെ എല്ലാം അജണ്ടകൾ തീരുമാനിക്കുന്നത് ചൈനയെ പോലുള്ള രാജ്യങ്ങളും അവരുടെ ഇന്റലിജൻസ് ഏജൻസീസുമാണ് എന്നുള്ള കാര്യവും വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അബ്ദുള്ള ഇതിനങ്ങ് മറുപടി പറയൂ. അവിടെയുമുണ്ട് ജമാഅത്തെ ഇസ്ലാമി, ഇവിടെയുണ്ട് ജമാഅത്തെ ഇസ്ലാമി. 1, അവിടെ എന്ത് പേരിലാണെങ്കിലും ആ സ്വാധീനം ഉണ്ട്. 3, അവിടെ നടക്കുന്നത് കൂട്ടക്കൊല തന്നെയാണല്ലോ. 4, പട്ടാളക്കാർ തന്നെയാണല്ലോ വെടിയുതിർക്കുന്നത്. 5, പോലീസ് തന്നെയാണല്ലോ തല്ലിക്കൂട്ടുന്നത്. ശ്രീ O അബ്ദുള്ള, ഇതിനെതിരെ അങ്ങേക്ക് ശബ്ദിക്കാൻ കഴിയുന്നുണ്ടോ? എന്തേ ഗാസ ഗാസ എന്ന് നിലവിളിച്ച മാധ്യമങ്ങൾ, അങ്ങൊരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ കൂടിയാണ്, ഗുരുസ്ഥാനീയനാണ്. ആ ബഹുമാനത്തോടു കൂടി ചോദിക്കട്ടെ, ഇപ്പോൾ ശ്രീ സന്ദീപ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ലെബനനിൽ കൂട്ടക്കുരുതി, ഗാസയുടെ കണ്ണീർ, എന്തേ ബംഗ്ലാദേശിലെ കണ്ണീർ, ബംഗ്ലാദേശിൽ വീഴുന്ന ചോര, അതൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾ കാണാതെ പോകുന്നത്? ശ്രീ O അബ്ദുള്ള, 2 ഭാഗങ്ങളായി അങ്ങേക്ക് പറയാം. അല്ല, ഈ നേരത്തെ പറഞ്ഞ ആൾക്ക് ഇതും കൂടി പറയായിരുന്നു. ഇതൊക്കെ നടത്തുന്നത് O അബ്ദുള്ളയാണ്. ബംഗ്ലാദേശിൽ ഇത് നടത്തുന്നതും ഗസയിലെ കണ്ണീരിന് ഉത്തരവാദിയും ഈജിപ്തിലെ ഇത് നടത്തുന്നതും എല്ലാം O അബ്ദുള്ളയാണ് തന്നെ പറയാം. കാരണം വായിൽ വരുന്നത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞാൽ അതിൽ വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറയാന്നല്ലാതെ എന്താണോട് മറുപടി പറയേണ്ടത്? എന്തെങ്കിലും തെളിവിൻ്റെ അടിസ്ഥാനത്തിലോ വസ്തുതയുടെ അടിസ്ഥാനത്തിലാണോ ആൾ പറയുന്നത്?
എല്ലായിടത്തും ഉണ്ട് ഇസ്ലാമിക ശക്തി, അത് സമ്മതിക്കാം. അത് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലായിടത്തും ഇല്ലേ? ഈ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മാത്രം. അതോടൊപ്പം കമ്മ്യൂണിസം വേറെ ആയിട്ടില്ല, കൊറിയയിലില്ല, തെക്കൻ കൊറിയയിലില്ല, മറ്റൊരിടത്തൊന്നുമില്ല. പിന്നെ എന്താ പറയുക, ഈ ലോകം മുഴുവൻ കമ്മ്യൂണിസം അല്ലേ? അവിടുത്തെ രാജ്യത്തിന് പേരിട്ടുകൊണ്ട് ഒരു സിദ്ധാന്തം ഒരു കാലഘട്ടത്തിൽ ഒരു സിദ്ധാന്തം പല രാജ്യങ്ങളിൽ ഉണ്ടാവുക, ആ ജനതയുടെ വിമോചനത്തിന് വേണ്ടി അവർ സ്വീകരിക്കുന്ന നിലപാട് അതൊരു തെറ്റാ. എന്ത് വിവരക്കേടാണ് പറഞ്ഞത്? അയാളോട് മറുപടി അറിയിക്കുന്നുണ്ട് വാദവും. അങ്ങാനും നടക്കുന്ന ക്യൂബ, ആ ക്യൂബയിൽ കമ്മ്യൂണിസം ഉണ്ട്. ഇവിടെ കിടക്കുന്ന ചൈന, അവിടെ കമ്മ്യൂണിസം ഉണ്ട്. ഇവിടെ ഇന്ത്യയിൽ കമ്മ്യൂണിസം ഉണ്ട്. അപ്പോൾ അവിടെ കമ്മ്യൂണിസം ഉണ്ട്, ഇവിടെ കമ്മ്യൂണിസം ഉണ്ട്, അവിടെ കമ്മ്യൂണിസം ഉണ്ട് എന്ന് പറയുന്നത് എന്തിനു പറയുന്നതാ? സമയം വേസ്റ്റ് ആക്കാനെന്നല്ലാതെ. ഒരു പ്രത്യയശാസ്ത്രം അത് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് കൊള്ളുന്നതുമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ലോകത്തിന് നാനാഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യും. ഇസ്ലാം എന്ന് പറയുന്നത് കാലത്തെ അതിജീവിച്ചുകൊണ്ട് 1500 വർഷങ്ങളായി ജനങ്ങളുടെ മോചനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. അത് വെറും മതപരമായ അനുഷ്ഠാനമല്ല, അതൊരു ഭക്തി പ്രകടനത്തിലുള്ള അവസരമല്ല. ആ ഭക്തിയും അതുപോലെയുള്ളതുമെല്ലാം തന്നെ തങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിനും ദൈവത്തിന് മുമ്പിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന ആ ഒരു സംഗതി, അതിനെങ്ങനെ ഒരു ദിവസം 5 നേരം ആ ചിന്ത, ആ ബോധം അതിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥനകൾ. അത് കഴിഞ്ഞ് അവൻ ഇടപെടുന്ന വ്യവഹാരങ്ങൾ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ അതിൽ ഈ പറയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് ആരാധനകൾ. അല്ലാത്തപ്പോഴൊക്കെയും ഞാൻ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. ദൈവത്തിൻ്റെ ഇതര പ്രജകളോട്, പൗരന്മാരോട് ഞാൻ വളരെ മാന്യമായും സാഹോദര്യത്തോടു കൂടിയും തൻ്റെ സഹോദരന്മാരാണ് മറ്റുള്ളവർ എന്ന ബോധത്തോടു കൂടി പ്രവർത്തിക്കണം എന്ന ചിന്ത ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇത് ലോകത്ത് ഒരു ഭാഗത്ത് മാത്രമേ പാടുള്ളൂ. ഈജിപ്തിലുണ്ട്, ശരിയാ, ഈജിപ്ത് ഇടക്കാലത്ത് ചെറിയ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നു. ലെബനാനിലുണ്ട്, മറ്റു പല രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ അത് അയാളുടെ ആ വിഡിത്തത്തിന് മറുപടി അത് മതി, വേറെ വേണോ? പിന്നെ ജനാധിപത്യത്തിനെതിരെ, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താ? ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭരണാധികാരികൾ. അത് ഇസ്ലാമിലില്ലേ? അബൂബക്കർ, ആദ്യത്തെ ഖലീഫ അബൂബക്കർ ആരാ തിരഞ്ഞെടുത്തത്? പ്രവാചകൻ നിർദ്ദേശിച്ചതാണ് അബൂബക്കറിനെ ഖലീഫ ആക്കണമെന്ന്? അല്ലല്ലോ, ജനങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തു, അഥവാ ബൈഅത്ത് ചെയ്തു. രണ്ടാമത് അബൂബക്കർ ഒരാളെ സജസ്റ്റ് ചെയ്തില്ല. ഉമറിന് ജനങ്ങൾ തിരഞ്ഞെടുത്തു. ഉമറിന് ശേഷം ഉസ്മാനെ തിരഞ്ഞെടുത്തു, അലിയെ തിരഞ്ഞെടുത്തു. ഇതല്ലേ തിരഞ്ഞെടുപ്പ്? ആ കാലഘട്ടത്തിൽ ഇന്നത്തെ മാതിരി ഈ ബൂത്തും അതുമൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് പള്ളികളിൽ വെച്ച് ബൈഅത്ത് ചെയ്തു. ബൈഅത്ത് ചെയ്യാതെ വിട്ടുന്ന ആൾക്കാരും അക്കാലഘട്ടത്തിലുണ്ട്. അപ്പം ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മകുടോദാഹരണം അന്നൊരു സ്ത്രീ ഖലീഫ പ്രസംഗിക്കുകയാണ് ഉമർ പറഞ്ഞു, ഞാൻ ഖുർആനും സുന്നത്തും അനുസരിച്ച് ഭരിക്കാൻ ബാധ്യസ്ഥനാണ്. വല്ല തെറ്റും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തിരുത്തുക എന്നാണ്. സ്ത്രീ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് വാളുയർത്തി പിടിച്ച് കാണിച്ചു, ഞങ്ങൾ താങ്കളെ ഇതുകൊണ്ട് തിരുത്തുന്നതാണ്. ഒരു സ്ത്രീയാ പറയുന്നത് ആ കാലഘട്ടത്തിൽ 1500 കൊല്ലം മുമ്പ്, ഞങ്ങൾ താങ്കളെ ഇതുകൊണ്ട് തിരുത്തുന്നതാണ്. അതാണ് അനുഭവങ്ങളും. അപ്പോൾ പിന്നെന്താ ജനാധിപത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കള്ള വോട്ട് അതിന് അടിച്ചുണ്ടാക്കുക, ഏതിന് കുത്തിയിട്ടുണ്ടെങ്കിൽ താമര തന്നെ വരിക. എങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ താമരന്റെ ചിത്രം. നമുക്ക് ആ ചർച്ചയിലേക്ക് കിടക്കാം. നമ്മൾ EVM-ലേക്ക് പോകണ്ട. അങ്ങ് ഒരു കാര്യത്തിനുകൂടി മറുപടി പറയേണ്ടതുണ്ട്. അങ്ങയിലേക്ക് തിരിച്ചു വരാൻ കാര്യം ശ്രീ വത്സൻ തില്ലങ്കേരി ഇത്തിരി അധികം സമയമായി ഹോൾഡ് ചെയ്യാണ്. ശ്രീ വത്സൻ തില്ലങ്കേരി, അങ്ങ് കണ്ടിട്ടുണ്ടാവും കാഴ്ചകൾ, അങ്ങ് കണ്ടിട്ടുണ്ടാവും ദൃശ്യങ്ങൾ. ഇതുവരെ നാം ആവശ്യപ്പെട്ടത് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കണം ബംഗ്ലാദേശ് സർക്കാരാണെന്ന്. നൊബേൽ സമ്മാന ജേതാവ് നയിക്കുന്ന സർക്കാരിന്റെ പട്ടാളവും പോലീസും ഇറങ്ങിയാണ് ഹിന്ദുവേട്ടയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. അങ്ങേക്ക് പ്രതികരിക്കാം. നമസ്കാരം. ഈ ചർച്ചയിൽ ബഹുമാനപ്പെട്ട ശ്രീ അബ്ദുള്ള സാർ, അദ്ദേഹം തുടക്കത്തിൽ ഇനി ഞാനാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് പറയുണ്ടായി. ഏതായാലും അദ്ദേഹത്തെ നമ്മൾ കുറ്റപ്പെടുത്തില്ല. കാരണം അദ്ദേഹം വളരെ വർഷങ്ങൾക്ക് മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് രാജിവെച്ചിട്ട് ഒഴിവായി പോയതാണ്. ഒരുപക്ഷെ ഇതിന്റെയൊക്കെ ഈ സാമ്രാജ്യത്വ വാസനയും അതുപോലെ തന്നെ ആക്രമണോത്സവമൊക്കെ കണ്ടിട്ടായിരിക്കും തീർത്തും സമാധാനവാദിയായിട്ടുള്ള ശ്രീ അബ്ദുള്ള സാർ ഈ പ്രസ്ഥാനത്ത് നിന്ന് വിട പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഏതായാലും ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്താനില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന ലോകവ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ആ ദൃശ്യങ്ങളിൽ കാണുന്ന കാര്യം അതിദയനീയമാണ്. അതുപോലെ തന്നെ പരിഷ്കൃത സമൂഹത്തെ ലജ്ജിപ്പിക്കുന്നതാണ്. ഇത് മഹാകവി കുമാരനാശാൻ കുറച്ചു മുമ്പ് എഴുതിയതുപോലെ അമ്മമാരിലെ സഹോദരിമാരിലെ
ഇമ്മൂർക്കർക്ക് ഈശ്വര ചിന്തയില്ലേ എന്ന് അദ്ദേഹം ദുരവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള ആക്രമണങ്ങളാണ്, കിരാതമായ കയ്യേറ്റങ്ങളാണ്, അക്രമങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ആൾപ്പിടിയന്മാർക്ക് ആൾഭേദമില്ല എന്ന് പറഞ്ഞതുപോലെ പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വൃദ്ധന്മാരെയും എല്ലാവരെയും അവർ ആക്രമിക്കുകയാണ്, മുച്ചൂട് മുടിക്കുകയാണ്, തീവെട്ടി കൊള്ള നടത്തുകയാണ്, കൊലപാതകങ്ങൾ നടത്തുകയാണ്, ചുട്ടുപൊട്ടിക്കുകയാണ്. വാസ്തവത്തിൽ ഇത് ഒരു മതത്തിന്റെ പൊളിറ്റിക്കൽ ഇസ്ലാം മതത്തിന്റെ മേലങ്കി അണിഞ്ഞ് നടത്തുന്ന ലോകത്തെ കീഴടക്കാൻ വേണ്ടിയിട്ടുള്ള സാമ്രാജ്യത്തെ തേരോട്ടമാണ് നടക്കുന്നത്. ഇതിന് മതം എന്ന് പറയുന്നത് ഒരു മുഖംമൂടി മാത്രമാണ്. പൊളിറ്റിക്കൽ ഇസ്ലാം ഓരോ രാജ്യങ്ങളെയായി കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ കീഴടക്കി കഴിഞ്ഞാൽ അവര് ഒരു പ്രമുഖ ചരിത്രകാരൻ പറഞ്ഞതുപോലെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു സവിശേഷത, അവർ ഭൂരിപക്ഷമായാൽ അസഹിഷ്ണുതയായിരിക്കും, ന്യൂനപക്ഷമാണെങ്കിൽ അസംതൃപ്തരായിരിക്കും എന്നാണ്. അപ്പൊ ന്യൂനപക്ഷമാണെങ്കിൽ അവരെപ്പോഴും ഞങ്ങൾക്ക് പരിഗണന കിട്ടുന്നില്ല, ഞങ്ങൾക്ക് അത് കിട്ടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ അസംതൃപ്തി പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ തങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് എന്തു വേണമെന്നാണോ പറഞ്ഞിരുന്നത്, ആവശ്യപ്പെട്ടിരുന്നത്, ശബ്ദം ഉയർത്തിയിരുന്നത്, പ്രതിഷേധിച്ചിരുന്നത്, സമരം നടത്തിയിരുന്നത്, അത് തങ്ങൾ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരിക്കലും കൊടുക്കില്ലെന്ന് മാത്രമല്ല അസഹിഷ്ണുതയുടെ ആൾരൂപങ്ങളായിട്ട്, തികഞ്ഞ ഫാസിസ്റ്റുകളായിട്ട്, ഒരുവിധ ജനാധിപത്യ അവകാശങ്ങളും നൽകാത്തവരായിട്ട് അവർ മാറും. ഇപ്പോ ഹുക്കുമത്തെ ഇലാഹിയുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു രാഷ്ട്ര സങ്കല്പമാണ്. ഭാരതമൊക്കെ അങ്ങനെ ആക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് മൗദൂദിയുണ്ട്, മൗദൂദിയുടെ ഒരു കാഴ്ചപ്പാട് തന്നെയാണ്. മൗദൂദി എഴുതിയിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിച്ച ജനാധിപത്യം, മതേതരത്വം, ദേശീയത എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ശ്രീ അബ്ദുള്ള സാറിനൊക്കെ അത് മനപ്പാടമാണ് ആ പുസ്തകം. ആ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ജനാധിപത്യം, മതേതരത്വം, ദേശീയത എന്നിവയുമായി യോജിക്കുന്ന ഒറ്റ പോയിന്റും ഇസ്ലാമിലില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ജനാധിപത്യം ഇല്ല, അവർക്ക് മതേതരത്വം ഇല്ല, ദേശീയത ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ജനാധിപത്യം എന്താണ്? ജനാധിപത്യം വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. മനുഷ്യന് ഇവിടെ അവകാശമുണ്ട്. ഇവിടെ ജനിച്ചു വീഴുന്ന മനുഷ്യൻ, ആ മനുഷ്യനെ ഇവരുടെ കാഴ്ചപ്പാടനുസരിച്ച് എല്ലാം അള്ളാഹുവിന്റെ പടത്തല്ലേ, എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലേ, എല്ലാവർക്കും ഇസ്ലാം സ്വീകരിക്കാൻ പറ്റുമോ? ഇനി അല്ലെങ്കിൽ എനിക്കിപ്പോ ഇസ്ലാം സ്വീകരിക്കാൻ സാധിക്കാത്തത് ചിലപ്പോ എനിക്ക് നിങ്ങൾ പറയുന്ന പോലെ ഇസ്ലാമിന്റെ മഹത്വം അറിയാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കാത്തതുകൊണ്ടായിരിക്കും എനിക്ക് ഇസ്ലാം സ്വീകരിക്കാത്തത്. അങ്ങനെയുള്ള എന്നെ എന്തിനാണ് കൊല്ലുന്നത്? അല്ലെ എന്റെ കുടുംബത്തെ എന്തിനാണ് നശിപ്പിക്കുന്നത്? എന്തിനാണ് എന്റെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് തീവെക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ മതത്തിന്റെ പേരിൽ ഇങ്ങനെ ആക്രമണങ്ങൾ നടത്തുന്നത്? ലോകവ്യാപകമായി ഇതാണല്ലോ നടക്കുന്നത്. അപ്പോ എന്താണ് ചെയ്യേണ്ടത്? യഥാർത്ഥ ഇസ്ലാം മത വിശ്വാസികൾ അവര് ഇത് മതമല്ലെങ്കിൽ ഇത് മതമാണെങ്കിൽ, ഇത് മതത്തിന്റെ പേരിലുള്ള മതമാണെങ്കിൽ അവരിതിനെ തള്ളിപ്പറയണം. ദൗർഭാഗ്യവശാൽ നമ്മുടെ ലോകവ്യാപകമായി നമ്മൾ കാണുന്നൊരു കാര്യം, ഈ തള്ളിപ്പറയലുകൾ, അക്രമികളെ തള്ളിപ്പറയുക, ഭീകരതയെ തള്ളിപ്പറയുക എന്നുള്ളത് ആ സമൂഹത്തിൽ നടക്കുന്നില്ല എന്നതാണ്. അവരതിന് മൗനാനുവാദം കൊടുക്കുകയാണ്, അവരതിന് പിന്തുണ കൊടുക്കുകയാണ്, രഹസ്യ പിന്തുണ കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ദൗർഭാഗ്യം. വേറൊരു മതത്തിലും വേറൊരു പ്രസ്ഥാനത്തിലും ഇങ്ങനെ ഉണ്ടാവില്ല. അവര് അതിനുള്ളിൽ തന്നെ അവരുടെ തെറ്റുകൾ തിരുത്താനും വിമർശിക്കാനുള്ള സംവിധാനമുണ്ട്. അവരതിനെ തിരുത്തും, വിമർശിക്കും, അതിനെ എതിർക്കേണ്ടടുത്ത് എതിർക്കും. പക്ഷേ ഇത് പരിപൂർണ വിധേയത്വമാണ്. ഒരു മതത്തിന്റെ അനുയായികൾ എന്ന് പറഞ്ഞാൽ ആ മതത്തിന്റെ പേരിൽ രണ്ട് കോപ്രായം എവിടെ കാട്ടിക്കൂട്ടി, ലോകത്തിന്റെ ഏത് ഭാഗത്ത് കാട്ടിക്കൂട്ടിയാലും അതിനെ അംഗീകരിക്കും. ഹമാസ് അപ്പുറത്ത് കഴിഞ്ഞിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചു, ആയിരക്കണക്കിന് ആളുകളെ കൊലപ്പെടുത്തി, സംഗീത പാർട്ടിക്കിടയിൽ ചെന്നിട്ട് പാട്ട് പാടുന്നവരും കേൾക്കുന്നവരൊക്കെ കൊന്നു. നമ്മുടെ നാട്ടിൽ ആഹ്ലാദ പ്രകടനം നടന്നില്ലേ? നമ്മുടെ നാട്ടിൽ അതിന് പിന്തുണയുണ്ടായില്ലേ? അത് ഏറ്റവും ഉചിതമായ പ്രവൃത്തിയാണ്, മഹത്തരമായ പ്രവൃത്തിയാണെന്ന് പിന്തുണക്കാൻ മാറ്റിപ്പാടാൻ ഇവിടെ ആളുകളില്ലേ? നമ്മുടെ നാട്ടിൽ ഇത്തരം ആളുകൾ അവര് ഈ കുഞ്ഞുങ്ങളൊക്കെ കൊലയുന്ന സമയത്ത് അവരത് എന്തായാലും ചെയ്യാൻ പാടില്ലായിരുന്നു. അത് നിരപരാധികളെ കൊല്ലുന്നത് ശരിയല്ല എന്ന് ആളുണ്ടോ? അതുകൊണ്ട് ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ബംഗ്ലാദേശ് എന്ന് പറയുന്നത് നമുക്കറിയാം 4000 ഭാരതീയ സൈനികരുടെ ജീവത്യാഗത്തിലൂടെ പിറന്ന ഒരു രാജ്യമാണ്. അവിടെ പാകിസ്ഥാൻ മതത്തിന്റെ പേരിൽ വാങ്ങിയെടുത്ത പാകിസ്ഥാൻ അതേ മതാനുയായികളെ കൂട്ടക്കൊല ചെയ്യുന്ന സമയത്താണ്, അവിടുത്തെ പട്ടാളം അവരെ കൂട്ടക്കൊല ചെയ്യുന്ന സമയത്താണ്, സൗരന്മാരെ ബലാത്സംഗം ചെയ്യുന്ന സമയത്താണ്, അവരുടെ മുജീബുർ റഹ്മാന്റെയും അവിടുത്തെ ആളുകളുടെ ആവശ്യപ്രകാരമാണ് ഭാരതം ഇടപെട്ടത്. അങ്ങനെ ഇടപെട്ട് അവർക്ക് ഒരു രാഷ്ട്രം ഭാരതം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത സമയത്ത് അവിടെ ഒരു 22% ന്യൂനപക്ഷങ്ങളുണ്ടായിരുന്നു.
ആ 22% ന്യൂനപക്ഷം ഇപ്പോൾ കേവലം 7.95% 2022 കണക്കുപ്രകാരം 2023 കണക്കുപ്രകാരം അങ്ങനെയായി മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഇങ്ങനെ വംശനാശം വന്നുപോയത് എന്ന് ബംഗ്ലാദേശിനെയും അവിടുത്തെ ഭരണകൂടത്തെയും അവരുടെ ചെയ്തികളെയും ന്യായീകരിക്കണം. അവിടെയുള്ള മതയാന്യായികൾ അവര് മൂന്നിരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ന്യൂനപക്ഷങ്ങൾ 3-1 കുറയുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? തീർച്ചയായും പ്രകൃതി ദുരന്തം ഉണ്ടായിട്ടോ, കോവിഡ് വന്നിട്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെള്ളപ്പൊക്കം ഉണ്ടായിട്ടോ അവിടുത്തെ കുറെ ആളുകൾ മരിച്ചു പോയതല്ല. അവര് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടതാണ്, അവർ നാടുകടത്തപ്പെട്ടതാണ്, അവരെ അഭയാർത്ഥികളാക്കിയാണ്. അങ്ങനെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് കൂടി വേണ്ടി രൂപീകൃതമായ രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. അബ്ദുള്ള സാറിന് അറിയാമല്ലോ, സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് 1947 ആഗസ്റ്റ് 16 തീയതി ഈ ബംഗ്ലാദേശിൽ ഉൾപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾ ഉറങ്ങിയത് ഇന്ത്യയിലാണ്. പക്ഷെ പിറ്റേന്ന് അവർ ഉണർന്നത് പാകിസ്ഥാനിലായത് അവരുടെ കുറ്റമാണോ? അവർ ചോദിച്ചിട്ടാണോ അവരെ പാകിസ്ഥാനിലാക്കിയത്? വിഭജനം അവരുടെ ആവശ്യപ്രകാരമാണോ? അവർ പ്രക്ഷോഭം നടത്തിയിട്ടാണോ? അവർ സമരം നടത്തിയിട്ടാണോ? നമ്മുടെ രാജ്യത്തെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ ആസക്തിയെ തുടർന്ന് 2 പ്രധാനമന്ത്രിയാകണം ജിന്നയ്ക്കും നെഹ്റുവിനും എന്നതുകൊണ്ട് ഈ രാജ്യത്തെ 2ആയി വെട്ടിമുറിച്ചതല്ല. അവർ ആ പാവം കണ്ട് പഠിച്ചു, അവിടെ പെട്ടുപോയ ആളുകൾ എന്ന് പഠിച്ചു. അവർ അന്ന് മുതൽ അനുഭവിക്കേണ്ട ഈ വേട്ടയാടലുകൾ അവരുടെ അഭിഷ്ടം അനുസരിച്ചാണ്, അവരുടെ ആഗ്രഹം അനുസരിച്ചാണ് അവർ പാകിസ്ഥാനിലായി പോയത്, പിന്നീട് ബംഗ്ലാദേശിലായി പോയത്. എന്തിനാണ് അവരെ കൊല്ലുന്നത്? അവർ നിരപരാധികളല്ലേ? അവർ മതത്തിൽ ജനിച്ചു പോയി എന്നുള്ളത് അവരുടെ കുറ്റമാണോ? ന്യൂനപക്ഷങ്ങളായി പോയി എന്നുള്ളത് അവരുടെ വിധി വൈപരീത്യമല്ലേ? അവരെന്തിനാണ് ഇങ്ങനെ കൂട്ടക്കൊല ചെയ്യുന്നത്? ഒരു മനുഷ്യാവകാശമില്ലാതെ, ഒരു ന്യൂനപക്ഷാവകാശമില്ലാതെ, ഒരു തരത്തിലുള്ള പൗരാവകാശവും ഇല്ലാതെ എല്ലാം നിഷേധിക്കപ്പെട്ട് ആ മനുഷ്യരെ പുഴുക്കളെ പോലെ കൊല്ലുന്നത് ഏത് മതത്തിന്റെ പേരിലായാലും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഇത് മതമല്ല, ഇത് പ്രാകൃതമാണ്, ഇത് അനാഗരികമാണ്, അപരിഷ്കൃതമാണ്. ഇതിനെ ന്യായീകരിക്കുന്നവർ എല്ലാവരും ഈ മനോഗതിയുള്ളവരാണ്. റൈറ്റ്. ശ്രീ വത്സത്തില്ലെങ്കിൽ അങ്ങിലേക്ക് വരാം. ശ്രീ AP അഹമ്മദ്, ശ്രീ O അബ്ദുള്ളയാണ് ഇതിനെല്ലാം പിന്നിൽ എന്നുകൂടി പറഞ്ഞു വെച്ചാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. അബ്ദുൽ സാർ പറഞ്ഞത് സത്യത്തില് അബ്ദുൽ സാർ ഭംഗ്യന്തരേണ ചില സത്യങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകത്തിൽ ഏതാണ്ട് 51 മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം പ്രാവർത്തികമാക്കുന്ന മതരാഷ്ട്രവാദികളായ ഇസ്ലാം തന്നെയാണ് രാഷ്ട്രം എന്ന് വാദിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് ഭൂമിയിലെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ പോലും നന്നേ കുറഞ്ഞ സ്വാധീനമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. സത്യവുമാണ്. 51 മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ മതരാഷ്ട്രം എന്ന് വിളിക്കാവുന്ന രാജ്യങ്ങൾ ഇന്നുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് പരസ്പരം അംഗീകരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദ്യമാണ്. ഇറാനിൽ എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഷിയ ഭൂരിപക്ഷ രാജ്യമാണെന്ന് പറയും. അത് മുസ്ലിം രാജ്യമായിട്ട് അംഗീകരിക്കാത്തവരാണ് മഹാഭൂരിപക്ഷം. സൗദി അറേബ്യയിൽ എന്താണെന്ന് ചോദിച്ചാൽ അത് രാജാധിപത്യമാണ്, ഇസ്ലാം അല്ല എന്ന് പറയും. ഇങ്ങനെ ഓരോരോ രാജ്യത്തും ഓരോരോ പേരിട്ട് വിളിക്കുമ്പോഴും ഒരു മതരാഷ്ട്രം എന്ന നിലയിൽ ഇസ്ലാമിനെ പ്രായോഗിക ജീവിതത്തിലെ മതവും രാഷ്ട്രവും ഒന്നാണെന്ന് വാദിക്കുന്ന തരത്തിൽ മുസ്ലിം ലോകം വന്ന വളരെ കുറച്ച് സ്വാധീനവും സ്വീകാര്യതയും മാത്രമേ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള മതരാഷ്ട്രവാദികൾക്ക് കൊടുത്തിട്ടുള്ളൂ. മഹാഭൂരിപക്ഷവും സെക്കുലർ രാജ്യങ്ങളുണ്ട്, ബഹുമത രാജ്യങ്ങളുണ്ട്, ജനാധിപത്യ രാജ്യങ്ങളുണ്ട്. മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം പുലർത്തുന്നവർ നന്നേ ചുരുക്കമാണ് എന്ന് അബ്ദുള്ള സാർ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. സന്തോഷം. തീർച്ചയായിട്ടും അത് അദ്ദേഹം തന്നെയാണ് പറയേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം, എന്താണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്ത് പലയിടത്തും പലപ്പോഴും സംഭവിച്ചതുപോലുള്ള ഒരു റെപ്ലിക്കയാണ്. അത് മറ്റൊന്നുമല്ല, ഇസ്ലാമിക തീവ്രവാദികളുടെ മുൻതൂക്കമുള്ള, അത് ഏത് പേരിട്ടായാലും ഇസ്ലാമിക തീവ്രവാദികൾക്ക് ചരിത്രത്തിൽ മുൻതൂക്കമുള്ള ഒരു അട്ടിമറി പ്രവർത്തനമാണ്, അല്ലെങ്കിൽ ഒരു കലാപമാണ് അവിടെ നടന്നത്. അത് നടന്നു കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ സംഭവിക്കുന്നത് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു. ഇന്ത്യ വലിയ കൺസേൺ ഉണ്ട് തീർച്ചയായിട്ടും ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. അത് ബംഗ്ലാദേശിൽ വേട്ടയാടപ്പെടുന്ന ന്യൂനപക്ഷങ്ങളിൽ വലിയൊരു ശതമാനം ഹിന്ദുക്കളായതുകൊണ്ട് മാത്രമല്ല, അതിനങ്ങനെ വർഗീയമായോ വൈകാരികമായിട്ടോ കാണേണ്ടതിനപ്പുറം ചിലതുകൂടി ഇന്ത്യക്ക് പ്രാധാന്യമുണ്ട് ബംഗ്ലാദേശിൽ. അത് മറ്റൊന്നുമല്ല, ഇന്ത്യക്കുള്ളിൽ കിടക്കുന്ന ഒരു രാജ്യമാണ്. യഥാർത്ഥത്തിൽ ഭൂമിശാസ്ത്രപരമായി ഇന്ത്യക്കുള്ളിൽ കിടക്കുന്ന ഒരു കൊച്ചു രാജ്യമാണ് ബംഗ്ലാദേശ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ നിന്ന് തൊട്ട് നമ്മുടെ അതിർത്തിയിലെ 5-6 സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ടത് ബംഗ്ലാദേശ് മുറിച്ചു കടന്നിട്ട് വേണം. ഞാൻ അഗർത്തലയിൽ നിന്ന് ത്രിപുരയുടെ തലസ്ഥാനമായ അഗർത്തലയിൽ നിന്ന് ബസ് കയറിയിട്ടുണ്ട്. കൊൽക്കത്തയിലേക്കാണ് ബസ് പോകേണ്ടിയിരുന്നത്. പക്ഷേ ദീർഘദൂരം ആ ബസ് യാത്ര ചെയ്തത്, മണിക്കൂറുകളോളം യാത്ര ചെയ്ത് ബംഗ്ലാദേശിന്റെ ഉള്ളിലൂടെയാണ്. ഈ ചിത്രമുണ്ട്. ഇതിപ്പോ നമുക്ക് മേഘാലയയിൽ നിന്ന് ബീഹാറിലേക്ക് കടക്കണമെങ്കിൽ ഇത് ആവശ്യമുണ്ട്. ഇങ്ങനെ നമ്മുടെ രാജ്യത്തിനകത്ത് വരുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. ആ ബംഗ്ലാദേശിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള വേട്ട മാത്രമല്ല,
ഞാൻ ആവർത്തിക്കുന്നു, ലോകത്തിലെ ഏതൊക്കെ രാജ്യത്ത് ഇസ്ലാമിക തീവ്രവാദികൾ കലാപം ഉണ്ടാക്കിയിട്ടുണ്ടോ അത് ആ കാര്യം അവരെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റൂ. ഒന്ന്, അത് അവരുടെ ചെലവിലല്ല, ലോകത്തിലെ ഏതെങ്കിലും സാമ്രാജ്യത്വങ്ങളുടെ ചട്ടുകമായി അവർ വർത്തിച്ചിട്ടുണ്ട്. രണ്ട്, ഇന്നത്തെ ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സാമ്രാജ്യത്വങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒന്ന് ചൈനയാണെങ്കിൽ മറ്റൊന്ന് അമേരിക്കയാണ്. രണ്ടും പൊളിറ്റിക്കൽ സാമ്രാജ്യത്വം അല്ല എന്ന് പ്രക്ഷേപിക്കുന്നത്. അവർ ലോകത്ത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് മൂലധന സാമ്രാജ്യത്വമാണ്. ആ രണ്ട് സാമ്രാജ്യത്തിന്റെയും താല്പര്യങ്ങളാണ് ഇപ്പോ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ചട്ടുകങ്ങളായിട്ടാണ് മാറി മാറി. നമ്മളിപ്പോ ഷെയ്ഖ് ഹസീനയെ വാഴ്ത്തുന്നു. ഷെയ്ഖ് ഹസീന മോശമല്ലാത്ത തരത്തിൽ ആ രാജ്യത്തെ ഭരിച്ച ഒരാളാണ് തീർച്ചയായിട്ടും. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യയേക്കാൾ മുമ്പേ ബംഗ്ലാദേശിനെ എത്തിച്ച ഒരാളാണ്. അത് മോശമായി ഭരിച്ച ഒരാളല്ല. 15 കൊല്ലം തുടർച്ചയായിട്ട് ഭരിച്ചു. അതിന് മുമ്പ് 5 കൊല്ലവും ഭരിച്ചു. 20 കൊല്ലം ബംഗ്ലാദേശ് ഭരിച്ച ഒരാളാണ്. നമ്മളിപ്പോ ബംഗ്ലാദേശിനെ കുറിച്ച് ഇപ്പൊ ആരോപിക്കുന്ന ഈ കുറ്റങ്ങളൊക്കെ താരതമ്യേന സെക്യുലറായി ഭരിച്ചുകൊണ്ടിരുന്ന ഷെയ്ഖ് ഹസീനക്ക് കൂടി ബാധകമായ ആരോപണങ്ങളാണ് എന്നുകൂടി ഓർക്കണം. അതേ സമയത്ത് ഓർക്കേണ്ട ഒരു കാര്യം, ആർക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഹസീന ഭരിച്ചുകൊണ്ടിരുന്നത് എന്നുകൂടി ഓർക്കണം. ഹസീനയുടെ കാലത്താണ് കോക്സ് ബസാറിൽ ചൈന വലിയൊരു തുറമുഖം ദീർഘകാലമായി പണിയുന്നുണ്ട്. ചെറിയ തുറമുഖമല്ല, അത് യുദ്ധ തുറമുഖം കൂടിയാണ്, സൈനിക തുറമുഖം കൂടിയാണ്. ആരുടെ താല്പര്യമാണത്? ബംഗ്ലാദേശിന്റെ താഴെ മുനമ്പിൽ, ബംഗ്ലാദേശിന്റെ നീണ്ടുകിടക്കുന്ന തെക്കേ അറ്റത്തെ വാലുപോലെ നീണ്ടുകിടക്കുന്ന ആ വാൽക്കഷ്ണത്തിന്റെ കവാടത്തിലാണ് കോക്സ് ബസാർ. ചിത്രം കണ്ടാൽ, മാപ്പ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അത് ചൈനയുടെ ചെലവിലാണ്. അതുകൊണ്ട് ചൈനയ്ക്ക് വേണ്ടി ഒരു പക്ഷേ കഴിഞ്ഞ കുറെ കാലമായി ഷെയ്ഖ് ഹസീന ഭരിച്ചുകൊണ്ടിരുന്നത് ചൈനീസ് താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു നമുക്ക് കാണാൻ പറ്റും. അതിന്റെ കൂടെ നമ്മൾ ഓർക്കേണ്ടത്, ചൈന ഇന്ത്യയോട് പുലർത്തുന്ന സമീപനം എന്താണ്? നീക്കി നമുക്കിപ്പോൾ പാകിസ്ഥാൻ എന്നൊരു ശത്രു അപ്പുറത്തുള്ളത് കൊണ്ട് നമ്മൾ പലപ്പോഴും ചൈനയുടെ ഭീഷണിയെ അത്ര സൂക്ഷ്മമായിട്ട് കാണാറില്ല. നീക്കി നമുക്ക് ചോദ്യം ചെയ്യാൻ പോലും പറ്റാത്ത വിധത്തിൽ നമ്മുടെ അരുണാചൽ പ്രദേശിലും നമ്മുടെ ഹിമാചൽ പ്രദേശ് ഒരുപാട് സംസ്ഥാനങ്ങൾ അവരുടെ നീക്കം കാണുന്നുണ്ട്. നമ്മുടെ നാടിന് പേര് മാറ്റുന്നുണ്ട് അവർ. തീർച്ചയായിട്ടും ചൈനയുടെ ഒരു നീക്കം വലിയ തോതിൽ നടക്കുന്നുണ്ട്. വേറൊരു കാര്യം കൂടി ഈ സമയത്ത് ഓർക്കേണ്ടതാണ്. ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനത്തെ 5 സംസ്ഥാനങ്ങളെങ്കിലും ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യങ്ങളാണ്. ഈ സമയത്ത് ഷെയ്ഖ് ഹസീനയുടെ ഒരു പ്രസ്താവന കൂടി ഇന്ന് നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. കഴിഞ്ഞ ജനുവരി മാസത്തിൽ ബംഗ്ലാദേശിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഷെയ്ഖ് ഹസീന പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. ഹസീന പറഞ്ഞത്, ഒരു വൻകിട രാജ്യം ഞങ്ങളെ സമീപിച്ചു. ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും അതിർത്തി പ്രദേശത്ത് എവിടെയെങ്കിലും ഒരു ക്രിസ്തു രാജ്യത്തിന്റെ ആസ്ഥാനം ഉണ്ടാക്കാൻ സൗകര്യം ചെയ്തു കൊടുത്താൽ ബംഗ്ലാദേശിന് വലിയ സൗകര്യങ്ങൾ, അവാമി ലീഗിന് വലിയ സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു എന്നാണ്. ക്രിസ്തു രാജ്യം. നമ്മൾ ഓർക്കേണ്ടത്, ജോർജ് സോറസ് എന്ന പേര് ഈ സമയത്താണ് കേൾക്കുന്നത്. ബംഗ്ലാദേശിൽ ഇപ്പൊ നടന്ന അട്ടിമറി പ്രവർത്തനത്തിൽ, വിപ്ലവത്തിൽ, കലാപ പ്രവർത്തനങ്ങളിലൊക്കെ സോറസിന്റെ പണം വിശാലമായിട്ട് ഒഴുകി എന്ന് ലോകത്തിലെ സാമാന്യ വിശ്വാസ്യതയുള്ള എല്ലാ മാധ്യമങ്ങളും പറഞ്ഞതാണ്. ഞാൻ ആവർത്തിക്കുന്നത് ഒറ്റ കാര്യമാണ്. 2 സാമ്രാജ്യങ്ങൾ, ലോകത്തിലെ 2 നിയോ കൊളോണിയലിസ്റ്റുകൾ, 2 മൂലധന സാമ്രാജ്യങ്ങൾ ബംഗ്ലാദേശിനെ കൊത്തിപ്പറിക്കാൻ കാത്തു നിൽക്കുകയാണ്. അത് ബംഗ്ലാദേശ് എന്ന ഒരു പാവൻ രാജ്യത്തെ കൊത്തിയെടുക്കാൻ വേണ്ടി മാത്രമല്ല, ബംഗ്ലാദേശിന്റെ അതിർത്തി പ്രദേശത്തെ ലോകത്തിലെ അതിശക്തമായ ഒരു രാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായ ഇന്ത്യയെ കൂടി കണ്ടുകൊണ്ടാണ്. ഒരു വാക്കുകൂടി ചേർത്ത് പറഞ്ഞാൽ മനസ്സിലാവും. അമേരിക്ക പാകിസ്ഥാനോട് ആവശ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. അത് സെന്റ് മാർട്ടിൻ ഐലൻഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ബംഗ്ലാദേശിന്റെ തെക്കേ അറ്റത്തെ വാൽക്കഷ്ണത്തിനോട് ചേർന്ന് കിടക്കുന്ന മർമ്മപ്രധാനമായ ഒരു ദ്വീപിന്റെ പേരാണ് സെന്റ് മാർട്ടിൻ ഐലൻഡ്. സെന്റ് മാർട്ടിൻ ഐലൻഡ് മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി എന്ന് അമേരിക്ക ഞങ്ങളോട് ആവശ്യപ്പെട്ടു എന്ന് ഷെയ്ഖ് ഹസീന തന്നെ പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കോക്സ് ബസാറും സെന്റ് മാർട്ടിൻ ഐലൻഡും തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. അത് രണ്ടും 2 സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള രാജ്യമാണ്. ആ 2 സാമ്രാജ്യത്വ ശക്തികൾക്ക് വേണ്ടിയാണ് ബംഗ്ലാദേശിലെ തീവ്രവാദികൾ, പ്രത്യേകിച്ച് മുസ്ലിം തീവ്രവാദികൾ, ചട്ടുകങ്ങളായി, കൂലിപ്പട്ടാളക്കാരായി, ചോറ്റുപട്ടാളമായി വർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാണാൻ നമുക്ക് പറ്റണം. ഇതിനിടയിൽ എന്തുണ്ട് ബംഗ്ലാദേശിനെ രക്ഷിക്കാനുള്ള മാർഗം എന്ന് ചോദിച്ചാൽ, ബംഗ്ലാദേശിന്റെ മാർഗം മാത്രമല്ല അത്, ദീർഘകാല അടിസ്ഥാനത്തിൽ അത് ഇന്ത്യയുടെ കൂടി രക്ഷാമാർഗമാണ്. രക്ഷപ്പെടുത്താൻ എന്തുണ്ട് മാർഗം? അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്നലെ വരെ ചൈനയുടെ ചെലവിൽ കഴിഞ്ഞിരുന്ന ബംഗ്ലാദേശിലെ, ഒന്നാലോചിച്ച് നോക്കൂ, ഇന്നലെ വരെ ഇപ്പോൾ ഈ അമേരിക്കയുടെ ചെലവിൽ വിപ്ലവം നടത്തി കഴിഞ്ഞിട്ട് അമേരിക്കയുടെ പാവയായ ഇദ്ദേഹം മുഹമ്മദ് യൂനുസ് അധികാരത്തിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ അവരാലോചിക്കുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായും ചൈനയുടെ താല്പര്യങ്ങളുമായും കൂടിയാലോചന നടത്താനാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സൗകര്യങ്ങൾ ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ അവർക്ക് ചൈനയുടെ സൗകര്യങ്ങളാണ് മെച്ചമെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ ഷെയ്ഖ് ഹസീന അനുഭവിച്ചിരുന്ന ചൈനയുടെ സൗകര്യങ്ങൾ ഇന്നു മുതൽ മുഹമ്മദ് യൂനുസും അവിടുത്തെ BNP ഖാലിദ സിയയും ജമാഅത്തെ ഇസ്ലാമിയും ഉൾപ്പെടെയുള്ളവർക്ക് ഇപ്പോ
ചൈനയുടെ സൗകര്യങ്ങൾ കിട്ടിയാൽ കൊള്ളാം എന്ന് തോന്നുന്നു. ഒരു പക്ഷേ അമേരിക്കയെ സ്വീകരിക്കുന്നതിനേക്കാൾ നല്ലത് അയൽപക്കത്തുള്ളത്, കുറെ കൂടി അടുത്തുള്ളത്, കുറെ കൂടി ഇന്ത്യ വിരുദ്ധമായി നിൽക്കുന്നത് ചൈനയാണ് എന്നുകൂടി തോന്നുന്നുണ്ടാവാം. ഈ സാഹചര്യത്തിലാണ് ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷത്തെ രക്ഷയ്ക്ക് ഇന്ത്യക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. അത് പ്രാഥമികമായ കാര്യങ്ങളാണ്. അവിടുത്തെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെ ആലോചിച്ച് നോക്കൂ. പതാകയെ വന്ദിച്ചില്ല, ബംഗ്ലാദേശി പതാകയെ വന്ദിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ പേരിൽ കേസെടുത്തത്. 19 സന്യാസിമാരുടെ പേരിൽ കേസെടുത്തത്. ജാമ്യമില്ലാത്ത വിധം അവരെ അകത്തിട്ടിരിക്കുകയാണ്. അവരെ അനുകൂലിക്കുന്ന 54 സന്യാസിമാർ അതിർത്തി വരെ വന്നു. നിയമപ്രകാരമുള്ള എല്ലാ രേഖയും പാസ്പോർട്ടും വിസയും ഒക്കെ ആയിട്ടാണ് വന്നത്. ഇന്ത്യയിലേക്ക് കടത്തിവിട്ടില്ല. ഇന്ത്യയുടെ ഉത്തരവാദിത്വം വളരെ വലുതാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഈ സമയത്ത് ആ സന്യാസിമാരെ ഇന്ത്യയിൽ എത്തിക്കാൻ ബലപ്രയോഗം പോലും നടത്തേണ്ട ഒരു സമയമാണ് ഇന്ത്യക്ക്. ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഇന്ത്യക്ക് ഇന്ത്യൻ അധിനിവേശം എന്ന് വിളിക്കുന്നത് ശരിയാണോ എനിക്കറിയില്ല. പക്ഷേ ഈ സമയത്ത് ബംഗ്ലാദേശിൽ ഒന്ന് ഇടപെടാൻ, സൈനികമായി തന്നെ ഒരു നീക്കം നടത്താൻ, ബംഗ്ലാദേശ് ഉണ്ടാക്കിയത് ഇന്ത്യയാണെങ്കിൽ 17,000-ഓളം ഇന്ത്യൻ സൈനികരെ ബംഗ്ലാദേശിന് വേണ്ടി നമ്മൾ കുരുതി കൊടുത്തുന്നുണ്ടെങ്കിൽ ഇപ്പോ ബംഗ്ലാദേശിനെയും അതുവഴി ഇന്ത്യയെയും രക്ഷിക്കാൻ ഒരു സൈനിക ഇടപെടൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നടത്തേണ്ട വളരെ വ്യക്തമായ ശക്തമായ സന്ദേശമാണ് ശ്രീ അഹമ്മദ് നൽകുന്നത്. ഇന്ത്യ ഇടപെടേണ്ട സമയമായി എന്ന്. പ്രധാനമന്ത്രിയുടെ മാത്രം കാര്യമല്ല. റൈറ്റ്, അങ്ങനെയൊക്കെ തിരിച്ചു വരാം. ഈ പോയിന്റിലേക്ക് തിരിച്ചു വരാം. ഒരു പക്ഷേ ഇതിൽ തന്നെ ചർച്ച നടത്തേണ്ടതുണ്ട്. കാരണം ഒന്ന്, അങ്ങുന്നയിച്ച ഒരു പ്രധാന പോയിന്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത് ആര് തമ്മിലാണ് യുദ്ധം? ചൈനയും US തമ്മിൽ. US പറഞ്ഞു സെയിൻറ്റ് മാർട്ടിൻ തരൂ, ഞങ്ങൾക്ക് താവളമുണ്ടാക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. ഷേഖ് ഹസീന താഴെ പോയി. ഷേഖ് ഹസീന ചൈനയുടെ ചെലവിൽ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്നലെ വരെ, ക്ഷമിക്കണം, US-ന്റെ ചെലവിൽ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ US-ന്റെ പാവയായ യൂനിസ് ഇപ്പോൾ തടവറയിലാണ് ചൈനയുടെ സൗഖ്യം അനുഭവിക്കാൻ. ഏതായാലും നമുക്ക് കടന്നു വരാം. ഇതിലൊക്കെ ഏറ്റവും സുപ്രധാനം അങ്ങ് ചൂണ്ടിക്കാട്ടിയ സംഗതി തന്നെയാണ് ഭാരതത്തിന് ഇതുകൊണ്ടുണ്ടാകുന്ന ഭീഷണി. ഭാരതത്തിൻ്റെ ചെലവിൽ ഭാരതത്തിൻ്റെ സൈനികരെ കുരുതി കൊടുത്ത് നേടിക്കൊടുത്ത സ്വാതന്ത്ര്യം അവർ ഭാരതത്തെ ബലി കഴിക്കാൻ, ഭാരതത്തിന് ഭീഷണി ഉണ്ടാക്കാൻ, ഭാരതത്തിൻ്റെ ശത്രുക്കളെ ഒരുമിച്ച് കൂട്ടാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങ് പറഞ്ഞ പോയിന്റിലേക്ക് വരണം. ശ്രീ സന്ദീപ്, സ്ട്രാറ്റജിക്കലി ഇതൊരു വലിയ കെണിയല്ലേ? ഇടപെടേണ്ട സമയമായോ? തീർച്ചയായും ഒരു സൈനിക നടപടി എത്രത്തോളം ഈ സമയത്ത് വേണമെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. പക്ഷേ ശ്രീ അഹമ്മദ് മാഷ് പറഞ്ഞതിനെ ഞാൻ അനുകൂലിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്ന ചിക്കൻ നെക്ക് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ഏരിയയാണ്. അവിടെ പിന്നെ അതിന് മുകൾ ഭാഗത്ത് ചൈനയുടെ സ്വാധീനം ഓൾറെഡി ഉണ്ട്. അവിടെ നിന്ന് കയറാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഈ ചെക്കിനെക്കിനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 7 സംസ്ഥാനങ്ങൾ ഇന്ത്യക്ക് നഷ്ടമാകും നോർത്ത് ഈസ്റ്റിലെ. അപ്പോൾ വളരെ നാരോ ആയിട്ടുള്ളൊരു പിന്നെ റിഡ്ജാണത്. അപ്പോൾ അത് കട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യയെ സ്ട്രാറ്റജിക്കലി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം പിന്നെ ചൈന വളരെ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതിന് മിനിമം ഒരു 1960-കൾ തൊട്ടുള്ള ഒരു ചരിത്രമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 1962 യുദ്ധത്തിന് ശേഷം തുടങ്ങിയിട്ടുള്ള ഒരു ചരിത്രം അതിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഡെവലപ്മെൻറ്റ്സിനെ വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ കാണണം. പിന്നെ ശ്രീ അഹമ്മദ് മാഷ് പറഞ്ഞ ഒരു കാര്യത്തിൽ ചെറിയൊരു വിയോജിപ്പല്ല, അതിൽ കൂട്ടിച്ചേർക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ അമേരിക്കയിൽ നിലനിന്ന സർക്കാർ, ജോ ബൈഡന്റെ സർക്കാർ, ആ സർക്കാരിൻ്റെ പിന്നെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജിക്കലായിട്ടുള്ള സ്വാധീനം ചൈനയുടെ ഐഡിയോളജിക്കലായിട്ടുള്ള സ്വാധീനം നമ്മൾ കാണാതിരുന്നുകൂടാ എന്നുള്ളതാണ് എൻ്റെ ഇത്. കാരണം അമേരിക്കയിലെ ഈ മൂലധന ശക്തികളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഈ മൂലധനം, ചൈനയുടെ മൂലധനം എങ്ങനെയാണ് അമേരിക്കൻ മുതലാളിത്തത്തെയും അമേരിക്കൻ മുതലാളിമാരെയും അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നും അത് എങ്ങനെയാണ് ഇന്റർനാഷണൽ അഫെയറിൽ പ്രതിഫലിക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ പഠിക്കണം. ഒരു വേള അമേരിക്കയിലൂടെ ഇന്ന് കാണുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ചൈനയുടെ താല്പര്യങ്ങളായിരിക്കാം. കാരണം ചൈനയുടെ സ്റ്റൂജസ് ആയിട്ടുള്ള ആളുകൾ ഇന്ന് അമേരിക്കൻ ഭരണകൂടത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അത് ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള ആളുകൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഡൊണാൾഡ് ട്രംപ്
അതുകൊണ്ട് തന്നെയാണ് ചൈനയെ ഒരു പിന്നെ ത്രെട്ടായിട്ട് കാണുന്നത്. അമേരിക്കൻ സംവിധാനങ്ങളുടെ, അമേരിക്കൻ സ്റ്റേറ്റിന്റെ, അമേരിക്കൻ സംവിധാനങ്ങളുടെയും ഉള്ളിലേക്ക് കൾച്ചറൽ മാർക്സിസ്റ്റുകളും ക്രിട്ടിക്കൽ തിയറിയുടെ പ്രൊപ്പണൻസും കടന്നു കയറിക്കൊണ്ട് ആ അമേരിക്കൻ സിസ്റ്റത്തെ ചൈനയുടെ ഏറാൻ മൂളികളാക്കി കൂടെ മാറ്റിയിട്ടുണ്ടോ എന്നുള്ള ഒരു വസ്തുത അല്ലെങ്കിൽ ആ ഒരു സംശയം നമ്മൾ ഈ സാഹചര്യത്തിൽ കാണേണ്ടതാണ്. അത് കാണാതിരുന്നുണ്ടെങ്കിൽ സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള ഒരു ബ്ലണ്ടർ ആകും എന്ന് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് സന്ദീപ്, നമുക്ക് ഇത് സമയം അവസാനിക്കുകയാണ്. കാരണം ഇടയ്ക്കൊരു പ്രസംഗം കൂടി കടന്നു വന്നതുകൊണ്ട് ഇപ്പൊ ഒരു കാര്യം വ്യക്തമായി, ഇത് വെളിച്ചം വീശി തുടങ്ങുന്നേ ഉള്ളൂ. ഈ ജമാഅത്തെ ഇസ്ലാമി ഏത് രൂപത്തിലാണ്, ഏത് ഭാവത്തിലാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്ന് കഴിഞ്ഞാലും ഒരു കാര്യം ഉറപ്പാണ്. CO അബ്ദുള്ള, ഒരു മിനിറ്റ് അങ്ങേക്ക് തരാം. അവിടെ നടക്കുന്നത് കൂട്ടക്കുരുതിയാണോ, അവിടെ നടക്കുന്നത് വംശഹത്യയാണോ? അത് നിർത്തണം. അവിടെ വംശഹത്യ നടക്കുന്നില്ല, അവിടെ കൂട്ടക്കുരുതി നടക്കുന്നില്ല. റൈറ്റ്, വളരെ വ്യക്തമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട്. ബംഗ്ലാദേശിൽ വംശഹത്യ നടക്കുന്നില്ല, ബംഗ്ലാദേശിൽ കൂട്ടക്കുരുതിയും നടക്കുന്നില്ല. അപ്പോൾ നമ്മൾ കണ്ട ദൃശ്യങ്ങളെല്ലാം മന്ത്രമാണോ മായയാണോ? പ്രേക്ഷകർ വിലയിരുത്തട്ടെ. സമയം കടന്നു പോയത് കൊണ്ട് മാത്രം നിർത്തുന്നു. ശ്രീ AP അഹമ്മദ്, ശ്രീ P സന്ദീപ്, ഈ ചർച്ച നമുക്ക് തുടരേണ്ടതുണ്ട്. ഇത് ഏത് രൂപത്തിലാണ് ഭാരതത്തിന് ഭീഷണിയാവുന്നതെന്നും പിന്നിൽ കളിക്കുന്നത് ആരാണെന്നുമുള്ളത്. സമയം തീരുന്നത് കൊണ്ട് മാത്രം നിർത്തുന്നു. എല്ലാ പ്രിയപ്പെട്ട അതിഥികൾക്കും നന്ദി, നമസ്തേ.